അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹിദായത്താണ്. അത് നാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തത്, ഖുൽ, ഓ അലി, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹ്ദിനി, അള്ളാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണമേ, വസദ്ദിദ്നി, എന്നെ അതിൽ നീ ഉറപ്പിച്ചു നിർത്തുകയും നേരെ ചൊവ്വേ നിലനിർത്തുകയും ചെയ്യണമേ. അപ്പോൾ ഹിദായത്തിനെ ചോദിക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെടുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ നിലക്ക് പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ, അള്ളാഹുവേ ഞാൻ നിന്നോട് സന്മാർഗം ചോദിക്കുന്നു, വത്തുഖ, അതേപോലെ തന്നെ തഖ്വയെ ചോദിക്കുന്നു, വൽ അഫാഫ വൽ ഗിന, അതേപോലെ തന്നെ ധന്യതയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അതേപോലെ തന്നെ ഇഫ്ഫത്തിനെ അഥവാ നീ നൽകിയതിൽ മതിയായ ഒരവസ്ഥയും മറ്റു തെറ്റുകളിലേക്കോ അനാവശ്യങ്ങളിലേക്കോ പോവാതെ നീ നൽകിയതിൽ സംതൃപ്തിപ്പെടുന്ന ഒരവസ്ഥയിലേക്കും നീ എന്നെ എത്തിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഹിദായത്തിനെ ചോദിക്കുക, ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം. ഏറ്റവും ശരിയായ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ വേണ്ടി നാം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം.